നമസ്കാരം, എൻ്റെ പേര് പീയൂഷ് ഷിജോസ്. ഞാൻ സൊലേസ് വില്ലേജിൽ സൈക്യാട്രിക് സോഷ്യൽ വർക്കായിട്ട് വർക്ക് ചെയ്യുന്നു. സോ ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് ഏവർക്കും സുപരിചിതമായിട്ടുള്ള ടോപ്പിക്കാണ് മാനസിക ആരോഗ്യം. സോ ലോകാരോഗ്യ സംഘടനയുടെ കണക്കിൽ 8-ൽ ഒരാൾക്ക് മാനസിക രോഗമുണ്ട് എന്നാണ് നമുക്ക് റിപ്പോർട്ടുകൾ പറയുന്നത്. 8-ൽ ഒരാൾക്ക്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മാനസിക ആരോഗ്യത്തിന്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് ആ ഒരു എസ്റ്റിമേഷനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. സോ നമുക്ക് ഏവർക്കും സുപരിചിതമായിട്ടുള്ളൊരു കാര്യമാണ്, ആളുകൾ ഇപ്പം ജിമ്മിൽ പോകുന്നു, അവർ ബോഡി ബിൽഡ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ബോഡി ബിൽഡിംഗ് ആയിട്ടുള്ള ഒരാൾക്ക് മാനസിക ആരോഗ്യമുണ്ട് എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഒരാൾ പണക്കാരനാണ്, മാനസിക ആരോഗ്യമുള്ള ആളാണ് എന്ന് പറയാൻ പറ്റുമോ? ഒരാൾ പണക്കാരനല്ല, ദാരിദ്ര്യം അത്ര സമ്പന്നനല്ല, അയാൾക്ക് മാനസിക ആയിട്ടുള്ള ആരോഗ്യമുണ്ട് എന്ന് പറയാൻ പറ്റുമോ? അല്ല. ഒരാൾ കുറച്ച് മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, അയാൾക്ക് മാനസിക ആരോഗ്യം ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇതൊന്നുമല്ല മാനസികാരോഗ്യത്തെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് ശാരീരികം, മാനസികം, ഇതുപോലെ തന്നെ സാമൂഹികം, ഈ 3 എലമെന്റുകളിലുള്ള ആരോഗ്യത്തെയാണ് മാനസിക ആരോഗ്യം എന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നത്. നമുക്ക് ഏവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ഡെഫിനേഷൻ തന്നെയാണ്.